ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടിങ്ങിലെ അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഇമ്പോർട്ടിങ് എടുക്കുന്ന വേറൊരു മെത്തേഡിലാണ്. ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ഒരു ചെറിയ ആരോ മാർക്ക് പോയിൻറ്റിങ് ടുവേർഡ്സ് ഡൗൺ. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഇമ്പോർട്ടിങ് വിൻഡോ ആണ്. അപ്പോൾ ഇവിടെ ഇനി ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കീവേഡ്സ് ആണ്. അപ്പോൾ കീവേഡ്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് പറയുന്നത് ഫ്രം ഫൈൻഡർ ടാഗ്സ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഫോൾഡർ. ഇപ്പോൾ ഞാനൊരു ഫോൾഡർ സ്ട്രക്ചർ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇത് ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡർ സ്ട്രക്ചറാണ്. റെഡ് ബ്രിക്സ് എന്നാണ് അതിൻ്റെ റൂട്ട് ഫോൾഡറിനെ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫോൾഡേഴ്സ് ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് 1 തൊട്ട് 5 വരെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സുകളാണ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയത് മാനുവലി. ശരി, ഇനി അതിനകത്ത് ഞാനിപ്പോൾ സ്റ്റെപ്പ് 1ൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇതിനൊരു ടാഗ് കൊടുക്കാൻ പോവാം. ടാഗ് കൊടുക്കാൻ നിങ്ങൾക്കറിയാം, ഒരു ഫയലിൽ ഏത് ഫയലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ടാഗ് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 1ലെ ഇതിനകത്ത് റെഡ് എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു റെഡ് ബട്ടൺ അസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ FCP പോവാണ്. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ ഓർക്കുക. ഒന്ന്, നമ്മൾ സ്റ്റെപ്പ് 1ൽ ഒരു ടാഗ് റെഡ് എന്ന് കൊടുത്തു. പിന്നെ കുറേ മാനുവൽ ഫോൾഡേഴ്സും ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് FCPയിലെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി FCPയിലേക്ക് നിങ്ങൾ ഈ മീഡിയാസ് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഫോൾഡറുകളോ ടാഗുകളോ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങളൊരു വെഡ്ഡിങ് സെഷൻ ഷൂട്ട് ചെയ്യുകയാണ്, പല ആളുകൾ ഷൂട്ട് ചെയ്ത വീഡിയോ എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നു. അപ്പോൾ അവരതിന് ഫോൾഡർ നെയിം ഇട്ട് നിങ്ങൾക്ക് തന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൾഡർ നെയിം മാനുവലി നിങ്ങളുടെ കളക്ഷനിൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കിയാൽ ആ ഫോൾഡർ നെയിം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ FCPക്കകത്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ പ്രയോജനം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് ഓപ്ഷനും ചെക്ക് ചെയ്തേക്കുവാണ്. നിങ്ങൾ കണ്ടു. ഒരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ അൺടൈറ്റിൽഡ് 1 എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് റെഡ് ബ്രിക്ക് എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി. കീവേഡ്സ് രണ്ടും സെലക്ട് ചെയ്തു. എനിക്ക് വേണ്ട ഫോൾഡർ ഡൗൺലോഡ്സിനകത്ത് ഈ റെഡ് ബ്രിക്ക് ആണ്. ഇതിനകത്തെ ഫുള്ള് വേണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമാൻഡ് A കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് പോയി ഡൗൺലോഡ്സ് ചെയ്യുന്ന ഈ റെഡ് ബ്രിക്ക് സെലക്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ട് സെലക്റ്റഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, ഇമ്പോർട്ട് സെലക്റ്റഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻസ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു പ്രോഗ്രസ് ബാർ ഓടുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ ഒക്കെ അനലൈസ് ചെയ്യുവാണ്. ഇനി നോക്കിക്കേ, അൺടൈറ്റിൽഡ് 1ൻ്റെ അടിയിൽ നമ്മൾ പറഞ്ഞതുപോലെ റെഡ് ബ്രിക്ക് എന്ന പേരിൽ ഒരു ഈവൻറ്റ് ക്രിയേറ്റ് ആയി. ആ ഈവൻറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോണത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ ആ ഉണ്ടാക്കിയ എല്ലാ ഫോൾഡറുകളും ഓട്ടോമാറ്റിക്കലി കീവേഡ്സ് എന്ന് പറയുന്ന പേരിൽ ഇവിടെ റീക്രിയേറ്റ് ആയി. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അതുപോലെ ഇമേജസ്, പിന്നെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, എല്ലാ സ്റ്റെപ്പ് 5 എല്ലാ ഫോൾഡറും റീക്രിയേറ്റ് ആയി. കൂടാതെ ഇവിടെ റെഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു ടാഗുള്ള ഒരു കീവേഡും വന്നു. കാരണം നമ്മളവിടെ ടാഗ് ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ തിരിച്ചു വന്നതുണ്ടോ. അപ്പോൾ ഇതാണ് കീവേഡ് ഓട്ടോമാറ്റിക്കലി FCP തന്നെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാഗിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ കീവേഡ് ഉണ്ടാക്കാം. ഫോൾഡറിൻ്റെ പേരിലും നിങ്ങൾക്ക് കീവേഡ് ഉണ്ടാക്കാം. കീവേഡിന് നിങ്ങളിവിടെ ഒരു സിമ്പിൾ കണ്ടു, ഒരു കീയുടെ സിമ്പിളാണ് കൊടുത്തേക്കുന്നത് കീവേഡിന്. അതാണ് അതിൻ്റെ ഐക്കൺ. ഇനി നിങ്ങൾ ഈ ഫയലിൽ നോക്കിയാൽ, ഇപ്പോൾ റെഡ് എന്നുള്ള ഈ ഫയലിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ റെഡ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്ത മീഡിയ. അതിൻ്റെ മുകളിൽ കണ്ടോ, ഒരു പർപ്പിൾ ലൈൻ ത്രൂ ഔട്ട് റൺ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം FCP ഓട്ടോമാറ്റിക്കലി ഇതിനൊരു കീവേഡ് അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അത് ഈ വീഡിയോസിലെല്ലാം നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു പർപ്പിൾ ലൈൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഈ വീഡിയോ നോക്കിക്കേ, ഇതെല്ലാം പർപ്പിൾ ലൈൻ ഇല്ല. കാരണം കീവേഡൊന്നും നമ്മൾ അതിന് അസൈൻ ചെയ്ത് അപ്പം കൊടുത്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ FCP കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇതാണ് കീവേഡ്സ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കീവേഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഫോൾഡർ നെയിമും നിങ്ങളുടെ സിസ്റ്റത്തിലെ ടാഗും FCP തന്നെ ഓട്ടോമാറ്റിക്കലി FCPക്കകത്ത് ക്രിയേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് മാനുവലിയും കീവേഡ്സ് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ എങ്ങനെയാണെന്ന് പിന്നീട് പഠിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ടിങ്ങിലെ അടുത്ത ഓപ്ഷൻസിലേക്ക് പോകാം. ഇമ്പോർട്ടിങ്ങിലെ അടുത്ത ഓപ്ഷൻസ് അനലൈസ് വീഡിയോ എന്നുള്ളതാണ്. അനലൈസ് വീഡിയോയ്ക്കകത്ത് രണ്ട് ഓപ്ഷൻസ് മെയിനായിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ കളർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു വീഡിയോയുടെ കളർ ടോൺ, ബാലൻസ്, ഇതെല്ലാം FCP ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാൻ FCPക്കകത്ത് ഓപ്ഷനുണ്ട്.
നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തേത് കണ്ടോ, ഫൈൻഡ് പീപ്പിൾ എന്നുള്ള. ഇതൊരു സൂപ്പർ ഫീച്ചറാണ്. അതായത് നിങ്ങളുടെ മീഡിയയ്ക്ക് അതിപ്പം 2 പേരോ 3 പേരോ ഒരാളോ ഒക്കെയുള്ള ഷോട്ടുകളുണ്ടെങ്കിൽ ആ ആളുകളുടെ എണ്ണം വെച്ചിട്ട് FCP സ്മാർട്ട് കളക്ഷൻ ഉണ്ടാക്കും. കൺസോളിഡേറ്റ് ഫൈൻഡ് പീപ്പിൾ റിസൾട്ട്സ് ക്രിയേറ്റ് സ്മാർട്ട് കളക്ഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കാണിക്കാൻ വീണ്ടും ഞാൻ ഡൗൺലോഡ്സിലേക്ക് പോവാണ്. ഇവിടെ ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു ലേഡി ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരാളല്ലേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഈ പ്രാവശ്യവും ഞാനൊരു പുതിയ ലേബൽ ക്രിയേറ്റ് ചെയ്യുവാണ്. അൺടൈറ്റിൽഡ് 1ൻ്റെ അടിയിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഇതിന് പേര് കൊടുക്കാൻ പോണത് ക്രെഡിറ്റ് കാർഡ് എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഓർത്തിരിക്കുക. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇമ്പോർട്ട് ചെയ്തു. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന പേരിലൊരു ഈവൻറ്റ് ക്രിയേറ്റ് ആയി. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, പീപ്പിൾ എന്ന് പറയുന്ന പേരിലൊരു ഫോൾഡർ വന്നു. അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 1 person എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്മാർട്ട് കളക്ഷൻ്റെ അടിയിൽ ഒരു കീവേഡ് വന്നിട്ടുണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ആ വീഡിയോ പാറ്റേൺ ഒരാളുള്ളത് കൊണ്ട് 1 person എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. നിങ്ങളുടെ മീഡിയയിൽ 2 or 3 ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടാഗ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്മാർട്ട് കളക്ഷൻ എന്ന ഫ്യൂച്ചർ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെഡ്ഡിങ് പോലുള്ള വലിയൊരു പരിപാടി നിങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആളുകളെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു നല്ല ഫംഗ്ഷനാണ്. അപ്പോൾ 2 പരിപാടി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇമ്പോർട്ടിങ്ങിൽ പഠിക്കാനുള്ള അടുത്ത ഭാഗങ്ങളുണ്ട്. അത് ട്രാൻസ്കോഡ് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ പഠിക്കാം.